മിശിഹായിക്ക് സ്തുതിയായി. ഈശോ മിശിഹായിൽ സ്നേഹിക്കപ്പെടുന്ന മാതാപിതാക്കളെ, സഹോദരങ്ങളെ, പ്രഭാതത്തിൽ ദൈവത്തിൻ്റെ അനന്തമായ സ്നേഹവും കൃപയും സൗഖ്യവും നമ്മുടെ ജീവിതത്തിൽ പറയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 13 മുതലുള്ള ഭാഗങ്ങൾ തുടങ്ങുമ്പോൾ ഈശോ തൻ്റെ അന്ത്യത്താഴത്തിൻ്റെ ഇടയിൽ അവൻ എഴുന്നേറ്റ് അവൻ്റെ മേലങ്കി മാറ്റി ഒരു തൂവാലയെടുത്ത് അരയിൽ ചുറ്റി ഒരു താലത്തിൽ വെള്ളമെടുത്ത് ശിഷ്യന്മാരുടെ പാദങ്ങൾ കഴുകി അരയിൽ ചുറ്റിയ തൂവാല കൊണ്ട് തുടച്ച് അവനെല്ലാ ശിഷ്യന്മാരുടെയും കാലുകൾ അവൻ കഴുകി. ഈ ശുശ്രൂഷ കഴിഞ്ഞ് അവൻ യഥാസ്ഥാനത്ത് മേലങ്കി ധരിച്ച് വന്നിരുന്നു. അവൻ തൻ്റെ ശിഷ്യന്മാരോട് ചോദിച്ചു. 13 അധ്യായം 12 തിരുവചനത്തിലാണ് നമ്മൾ കാണുക. അവൻ ശിഷ്യന്മാരോട് ചോദിച്ചു, ഞാൻ എന്താണ് ചെയ്തത് എന്ന് നിങ്ങൾക്ക് മനസ്സിലായോ? നിങ്ങളെന്നെ കർത്താവും ഗുരുവെന്നും വിളിക്കുന്നു. അത് ശരി തന്നെ, ഞാൻ കർത്താവും ഗുരുവുമാണ്. എന്നാൽ നിങ്ങളുടെ കർത്താവും ഗുരുവുമായിരിക്കുന്ന ഞാൻ നിങ്ങളുടെ പാദങ്ങൾ കഴുകിയെങ്കിൽ നിങ്ങൾ പരസ്പരം പാദങ്ങൾ കഴുകുവിൻ. തുടർന്ന് ഈശോ പറയുകയാണ്, ഞാനിത് നിങ്ങൾക്ക് കാണിച്ചു തന്നത് ഒരു മാതൃകയാണ്. യജമാനൻ ഭൃത്യൻ യജമാനേക്കാളും വലിയവനല്ല, വലിയ. ഒരു മാതൃക ഈശോ തൻ്റെ ശിഷ്യന്മാർക്ക് കാണിച്ചു കൊടുത്തു. അതുകൊണ്ടാണ് പറയുന്നത്, ഭൃത്യൻ യജമാനേക്കാളും വലിയവനുമല്ല,